ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ബുദ്ധിമുട്ടിയിട്ടും കാര്യങ്ങൾ ഒന്നും ശരിയാകുന്നില്ല എന്ന തോന്നലുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ച് ആശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ വരട്ടെ, ഇതിന് വ്യക്തമായ ഒരു കാരണം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു കെട്ടിടം പണിയില്ലേ, അതിൻ്റെ അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ എത്ര മനോഹരമായ സൗധം കെട്ടിപ്പടുത്തിട്ടും കാര്യമില്ല. അതിനൊരു ഉറപ്പുണ്ടാവില്ല. അത് ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് തകർന്നു വീഴും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സ്വപ്നങ്ങൾ പണിതുയർത്തുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ശക്തമായ 4 പില്ലറുകളിൽ വേണം അത് പണിതുയർത്താൻ. ആ പില്ലർ സ്ട്രോങ് അല്ലെങ്കിൽ ആ പില്ലറുകളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെങ്കിൽ ഈ സ്വപ്നങ്ങളൊക്കെ തകർന്നടിയാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അങ്ങനെയല്ലേ, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ വലിയ വലിയ സംവിധാനങ്ങൾ സംഗതികളൊക്കെ ഉണ്ടാവും. പക്ഷെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവിടെ ഇല്ലെങ്കിൽ അതൊക്കെ ഉണ്ടായിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഞാൻ തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈയിടെ പോയിരുന്നു. ഒരു അധ്യാപക പരിശീലന പരിപാടിയായിരുന്നു. നല്ല കോളേജാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ അസാമാന്യമായ പ്രസരിപ്പും നേതൃപാഠവും ഉള്ള ഡോക്ടർ നവീന, പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി 2 അധ്യാപകരോടെ ഉണ്ടായിരുന്നു. ഒരു ദിവസത്തെ അധ്യാപക പരിശീലന പരിപാടിയായിരുന്നു. വൈകുന്നേരമായപ്പോൾ ഡോക്ടർ സുദിൻ എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്തൊരു നല്ല ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്, കവായി എന്നാണ് പേര്, അവിടെ നമുക്ക് പോകാം. ഞാൻ സമ്മതിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ വളരെ മനോഹരമായ ഒരു കായൽ തീരത്തെത്തി. അപ്പോൾ കായലിലേക്ക് നോക്കുമ്പോൾ കണ്ടൽക്കാടുകളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ബോട്ടിൽ നമുക്കവിടെ പോയി കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ സഞ്ചരിക്കാം. ഞങ്ങൾ ബോട്ടിൽ കയറി അങ്ങോട്ട് പോകാൻ ഒരുങ്ങി. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ സുദിൻ എന്നോട് പറഞ്ഞു, ടീച്ചർ എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്, ഞാനതെടുക്കാം, ടീച്ചറിൻ്റെ ബാഗ് കാറിൽ വെച്ചോളൂ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ബോട്ടിൽ കറങ്ങാൻ പോയി. ഇടയ്ക്ക് വെച്ച് സുദിൻ പറഞ്ഞു, അയ്യോ ടീച്ചർ, എൻ്റെ മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോയി. അപ്പോൾ എനിക്ക് ശരിക്കും വിഷമമായിട്ടാണ്. അവിടെ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടായിട്ട് എനിക്ക് അതിൻ്റെ ഫോട്ടോ ഇല്ലാതെ വന്നാൽ കഷ്ടമല്ലേ. എന്തായാലും സുദിൻ അതിന് പരിഹാരം ഉണ്ടാക്കി ഡ്രൈവറെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. എനിക്ക് ഫോട്ടോസൊക്കെ സംഘടിപ്പിച്ചു തന്നു. ഞാനിതിവിടെ പറയാൻ കാര്യം, നമ്മുടെ കയ്യിൽ വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഫോൺ സാംസങ് ആണ്, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. സുദിൻ്റെ ഫോൺ ഐഫോൺ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് ഫോട്ടോ എടുത്താൽ മതിയല്ലോ. പക്ഷെ ചാർജ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ. ഏതാണ്ട് അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നങ്ങൾ പണിതുയർത്തുന്നത്. അതിന് ശക്തമായ ചില പില്ലറുകളില്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും വെച്ച് തകർന്നടിയും. ഇന്നത്തെ വീഡിയോയിൽ ആ പില്ലറുകൾ ഏതൊക്കെയാണ്, അത് ശക്തമായി വളരെ ശ്രദ്ധയോടുകൂടി നമുക്കെങ്ങനെ പണിതുയർത്താം. ഒന്നാമത്തെ പില്ലർ എന്താണെന്ന് പറയട്ടെ, മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം. ചില വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കാകെ ഒരു ജീവിതമുള്ളൂ, അത് അടിച്ചു പൊളിച്ച് ജീവിക്കൂ, എന്തായാലും നമ്മളൊരു ദിവസം മരിക്കും, അതുകൊണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ശരീരം രോഗാവസ്ഥയിലായി കഴിഞ്ഞാൽ അത് ലയബിലിറ്റിയാണ്. നമ്മുടേതായ കാരണങ്ങളല്ലാതെയും രോഗാവസ്ഥ വരാം. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, നമ്മൾ ശരീരത്തിന് ഹാനികരമായ കാര്യങ്ങൾ ചെയ്തിട്ട് ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അതിന് ചില എക്സ്ക്യൂസ് കണ്ടെത്തുക, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ശ്രദ്ധയും കരുതലും ഒക്കെ അത് 10 മടങ്ങായിട്ട് തിരിച്ചു തരും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഓൾ ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആർ നോട്ട് ഏർജൻറ്റ്. ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു തോന്നലുണ്ടാവില്ല. അത് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള ആരോഗ്യം. നമ്മുടെ ചിന്തകളൊക്കെ ക്രമീകരിച്ച് നമ്മുടെ മനസ്സിനെ അനാവശ്യമായ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കണം. അതിനു വേണ്ടി സമയം ചെലവഴിക്കണം. അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് ഇടണം. ഈ പറഞ്ഞ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആണ്. അത് ഈസി അല്ല. ഈ പില്ലറില്ലെങ്കിൽ സ്വപ്നങ്ങൾ പണിതുയർത്താൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഇനി പണിതുയർത്തിയാൽ തന്നെ അതിന് എത്ര കാലം ആയുസ്സുണ്ടെന്നും പറയാൻ പറ്റില്ല. ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ചിലപ്പോഴെങ്കിലും നമ്മൾ ചില ജീവിത ലക്ഷ്യങ്ങളുടെ പിന്നാലെ പായുമ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യമൊക്കെ വിട്ടുപോകും. നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. അത് നമ്മുടെ മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും ബാധിക്കും. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വിട്ടുപോകും. അപ്പോൾ
ജീവിത വിജയവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. ആ ലക്ഷ്യങ്ങളെക്കാളൊക്കെ പ്രാധാന്യമുള്ളതാണ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യണം. ഇനി സെക്കൻഡ് പില്ലർ എന്താണെന്നോ? ലേണിംഗ്. നമ്മൾ ഈ ലേണിംഗ് ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ChatGPT ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ ആശ്രയിച്ചായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നതനുസരിച്ച് ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്തു തരും. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തില്ലെങ്കിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാനൊന്നും പറ്റില്ല. വേറെ ആരോ ചെയ്തു തന്ന ഒരു സാധനം നമ്മുടേതാണെന്ന് ഭാവിച്ചുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള അറിവുണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടി വായിക്കണം. വായന മാത്രം പോരാ, അതെന്താണെന്ന് മനസ്സിലാക്കണം. ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റണം. ഇതിനൊക്കെയാണ് ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലേണിങ്ങിലുള്ള താല്പര്യം വളർത്തിയെടുക്കാൻ ഞാൻ ചെയ്യാറുള്ളത് കോഴ്സുകൾക്ക് ചേരാറുണ്ട്. അപ്പോൾ കോഴ്സുകൾക്ക് ചേരുമ്പോൾ നമുക്ക് എന്തായാലും കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പഠിക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും അത് പ്രയോജനപ്പെടും. ഇപ്പം ഞാനൊരു യൂട്യൂബറാണ്. യൂട്യൂബിൽ എല്ലാ ആഴ്ചയും ഞാൻ കണ്ടൻറ് ഇടാറുണ്ട്. ഇതിനൊക്കെ പഠിക്കണം, പുസ്തകങ്ങൾ റെഫർ ചെയ്യണം. പക്ഷെ അതിനോടൊരു താല്പര്യമുള്ളത് കൊണ്ട്, അതിനൊരു അടിസ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അതങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. കാരണം ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ ഈ ഹാബിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് പഠിക്കുക എന്നുള്ളതിൽ ഒരു സന്തോഷം കണ്ടെത്തിയ ഒരാളായിരുന്നു. അതുമല്ല, പഠിക്കുമ്പോൾ അപ്പം ഞാൻ വലിയ പഠിത്തക്കാര്യത്തിയൊന്നും ആയില്ലെങ്കിലും പഠനത്തിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. പഠിക്കുന്നത് കുറച്ച് സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. ഞാനിങ്ങനെ പലതും പഠിച്ചുകൊണ്ടേയിരുന്നു. പലതും പഠിച്ചിരുന്നത് കൊണ്ട് ഈ യൂട്യൂബ് ചാനലിലൊക്കെ അതിൻ്റെ വലിയൊരു പ്രയോജനം കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ പഠനം തരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. നമ്മളൊരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അത് നമുക്കറിയാം, നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ആവശ്യമുള്ളപ്പോഴൊക്കെ ഇതെടുത്ത് പ്രയോഗിക്കാൻ പറ്റും. ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്താ ആത്മവിശ്വാസമായിരിക്കും അല്ലേ? അതുകൊണ്ട് പഠിക്കാൻ വിഷമമുള്ളവർ അതൊരു ഹാബിറ്റാക്കി മാറ്റുക. എന്തെങ്കിലും കോഴ്സിന് ചേരുക, ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. അങ്ങനെ പഠനത്തിൽ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാലേ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പില്ലർ നമ്പർ 3, അത് വേറൊന്നുമല്ല, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. എന്തൊക്കെ പറഞ്ഞാലും ലോകത്തെ ഏറ്റവും വലിയൊരു ഫോഴ്സാണ് ഫിനാൻസ്. ഇവിടെ നമ്മൾ വെൽത്തി ആകണമെന്നൊന്നുമല്ല പറഞ്ഞത്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ആ ഒരു ധനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വം നമുക്കുണ്ടാവണം. അതിന് ഒരുപാട് പണം ഉണ്ടാകണമെന്നൊന്നുമില്ല. ശരിക്കും ഒരാൾ വെൽത്തിയാണെന്ന് പറയുമ്പോൾ അതിന് ഒരു നിർവചനം പറയാറുണ്ട്. ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളവരുടെ കൂടെ ചെയ്യാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ വെൽത്തിയാണെന്ന് പറയാം. ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് അങ്ങനെ വെൽത്തി ആകണമെന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം നമ്മുടെ കയ്യിലുണ്ടാവണം. നമ്മുടെ ആവശ്യവും ആഡംബരവും തമ്മിൽ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി സ്റ്റാറ്റസിലേക്ക് വരാൻ എളുപ്പമാണ്. നമ്മുടെ ഒരു ധനസ്ഥിതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധമുണ്ടാവുക. അതിനു വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. വരുമാനമെന്ത്, ചെലവെന്ത്. ഇപ്പം ഞാൻ വിദ്യാർത്ഥിനിയായിരുന്നപ്പോൾ മാതാപിതാക്കളെ ആശ്രയിച്ചാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ എനിക്ക് സാമ്പത്തിക സഹായം അവരിൽ നിന്നാണ് കിട്ടുന്നത്. അവിടെ ഞാൻ എൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റാണ്. ഞാൻ പഠിക്കുന്ന കാലത്തെ അത് തുടങ്ങണം. എൻ്റെ വരുമാനം എന്താണ്? എൻ്റെ വരുമാനം എന്തെന്ന് പറഞ്ഞാൽ, അപ്പോൾ എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ വരുമാനമാണ്. അപ്പോൾ വീട്ടിൽ എന്ത് വരുമാനമുണ്ട്, അതനുസരിച്ച് എൻ്റെ ആവശ്യങ്ങളെ ഞാൻ എങ്ങനെ ക്രമീകരിക്കണം. ചില ആവശ്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലതെല്ലാം എനിക്ക് ആഡംബരങ്ങളായിട്ട് മാറിയെന്ന് വരാം. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ പ്രധാനമാണെന്നും, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഇതുപോലെ വരുമാനം എത്രയാണെന്നറിയുക, നമ്മുടെ ചിലവ് എത്ര വരും, നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, ഏതൊക്കെയാണ് ആഡംബരങ്ങൾ. ഇതിന് ഔട്ടർ വേൾഡിലേക്ക് നോക്കേണ്ട കാര്യമില്ല. എൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്നത് എനിക്കാണ്.
അവിടെ ഒരു സെക്യൂരിറ്റി വേണമെങ്കിൽ ഒരുപാട് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്തെന്നിരിക്കും. നമുക്ക് ആ സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകണമെന്നില്ല. അവിടെ കൃത്യമായിട്ട് നമ്മൾ വരവ് ചെലവ് കണക്കെഴുതുക. ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം ഫോണിലുണ്ട്. അതിൽ കാര്യമില്ല. ഇതിൻ്റെ എല്ലാം ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസം വരും കേട്ടോ. അതുപോലെ മറ്റുള്ളവരെന്ത് കരുതുമെന്നുള്ള ചിന്ത ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ ഫിനാൻഷ്യലി വളരെ സുരക്ഷിതത്വമുള്ളവരായിട്ട് മാറും. ഇപ്പം നമ്മൾ പലതും ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തി പുതിയ ചില കാര്യങ്ങൾ ശീലിച്ച് നമുക്ക് നേടിയെടുക്കാവുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. അപ്പം അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കണം. എല്ലാ ദിവസവും വരവ് ചെലവ് കണക്കുകൾ എഴുതുക. അതുപോലെ ഒരു ബജറ്റ് ഉറപ്പായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. ആ വരുമാനത്തിൻ്റെ എത്ര ശതമാനം ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം, ഇനി കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പണം എങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാം. വെൽത്തി ആകുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് സ്റ്റേയിങ് വെൽത്തി. ആ പണം സംരക്ഷിക്കാനും വർദ്ധിപ്പിക്കാനുമുള്ള നമ്മുടെ കരുതൽ, ശ്രദ്ധ. നാലാമത്തെ പില്ലർ എന്താണെന്നോ? റിലേഷൻഷിപ്പ്. ബാക്കിയെല്ലാം എന്തായിട്ടും ചില ആളുകളുടെ കാര്യം കഷ്ടമല്ല, എല്ലാം ഉണ്ടാകും. പക്ഷെ ഈ സംഭവം മാത്രം ശരിയല്ല. ആരുമായിട്ട് അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല. വീട്ടുകാരുമായിട്ട് പ്രശ്നം, നാട്ടുകാരുമായിട്ട് പ്രശ്നം, കൂട്ടുകാരായിട്ട് പ്രശ്നം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് സ്വപ്നം പണിതുയർത്താനാണ്? നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ വളരെ കരുതലോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണം. ഫാമിലി റിലേഷൻഷിപ്സ് ഉണ്ട്, ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്, കൊളീഗ്സുമായിട്ടുണ്ട്. പിന്നെ നമ്മൾ പല ഗ്രൂപ്പുകളിലൊക്കെ മെമ്പറായിരിക്കും. അവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ട്, അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധം. എല്ലാ ബന്ധങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, വ്യത്യസ്ത സ്വഭാവങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷെ നമ്മളെ ചേർത്ത് പിടിക്കാനും നമുക്ക് ചേർത്ത് പിടിക്കാനും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് ഫാമിലി റിലേഷൻസ്. അവിടെ നമ്മൾ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി അത് പരിപോഷിപ്പിക്കേണ്ടതാണ്. എന്നാലും അവിടെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകാം. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും, ബ്രേക്കപ്പ് വേണ്ടി വരും. പക്ഷെ അവിടെയും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കണം. മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പില്ലേ, മക്കൾ ലയബിലിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പാരൻറ്റിങ്ങിലൊക്കെ നല്ല ശ്രദ്ധ വേണം, കരുതൽ വേണം, സമയം ചെലവഴിക്കണം. ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആവാം. പക്ഷേ മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മക്കൾ ലയബിലിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, അത് നമ്മളെ അങ്ങേയറ്റം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും കൂടിയാണ്. നമ്മൾ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ നമ്മൾ സമയം ചെലവഴിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ഇതുണ്ടാവണം. ബന്ധങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് വെച്ച് നമ്മളെ ബഹുമാനിക്കാത്ത, പരിഗണിക്കാത്ത ആളുകളുമായിട്ടൊക്കെ ബന്ധം പുലർത്തി മുന്നോട്ട് പോകണമെന്നില്ല. ഈ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്. ആരെങ്കിലുമൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. അവരെയും നമ്മൾ ചേർത്ത് പിടിക്കണം. ഇത് നമുക്ക് തരുന്ന സന്തോഷവും എനർജിയും വളരെ വലുതാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികൾ പലരും സൈക്കോളജി പഠിക്കാൻ പോകാറുണ്ട്. പല കോളേജിലും സൈക്കോളജിയിൽ പല ബാച്ചസ് ഉണ്ട്. എല്ലാ ബാച്ചും ഫുള്ളാണ്. ഇനി വരുന്ന കാലത്ത് സൈക്കോളജി പഠിച്ചാലാണ് സ്കോപ്പ്. ഇവിടെ ഒരുപാട് മനോരോഗികൾ ഉണ്ടാകും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മളെല്ലാവരും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളിവിടെ മനുഷ്യരായിട്ട് ജീവിക്കുന്നതിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു പരസ്പര ആശ്രയത്വം ഇല്ലേ, അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ 3 സ്റ്റാഫാണുള്ളത്. അവർക്ക് മിണ്ടാനും പറയാനും കൂടി ഒരു സാഹചര്യം അവിടെ ഇല്ല. പണ്ട് ഈ കൊളീഗ്സുമായിട്ടുള്ള ബന്ധം, നമ്മളൊരു ജോലി സ്ഥലത്ത് ചെന്നാൽ അവിടെയുള്ളവരുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ ആ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ അതെല്ലാം ഇല്ലാതായി ഇങ്ങനെ വന്നിട്ട് അത് നമ്മുടെ മാനസികാരോഗ്യത്തെ ഒരുപാട് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് ഈ ബന്ധങ്ങൾ വളരെ കരുതലോടുകൂടി ശക്തമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചേ മതിയാവും. കാരണം അങ്ങനെ ഒരു പില്ലറില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളുണ്ടാവും. വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പം 4 പില്ലറുകൾ ഏതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അത് വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി പണിതെടുക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു.
ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഞാൻ നടത്താറുള്ള ട്രെയിനിങ് പ്രോഗ്രാമില്ലേ, മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ്, അതിൻ്റെ അടുത്ത ബാച്ച് ആരംഭിക്കുന്നത് ജൂലൈ 22-ാം തീയതിയാണ്. ഇതൊരു ഓൺലൈൻ പ്രോഗ്രാമാണ്. 9388605198 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഈ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യണം, എന്നാലേ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തൂ. അപ്പം ഞാനൊരു വെനസ്ഡേ സീരീസ് ആരംഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ജൂലൈ 15-ന് അത് ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.